കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ അർജന്റീന ബ്രസീൽ ഫാൻസ് തമ്മിൽ ഏറ്റുമുട്ടൽ. വാട്സാപ്പ് ഗ്രൂപ്പിലെ തർക്കമാണ് ആക്രമണത്തിലെത്തിയത്. ബ്രസീൽ ആരാധകരെ മർദ്ദിച്ച ശേഷം വീടും അടിച്ചു തകർത്തു എന്നുള്ളതാണ്. ഇതൊന്നും അത്ര കാര്യമാക്കേണ്ട കാര്യങ്ങളല്ല. രണ്ടുപേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെങ്കിലും രണ്ടുപേരെയും ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. കുറ്റിക്കാട്ടൂരിൽ ഫുട്ബോൾ ആരാധകർ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ കഴിഞ്ഞ 16-ാം തീയതി നടന്ന മത്സരത്തെ തുടർന്നുണ്ടായ പോസ്റ്റുകളാണ് ഈ തർക്കത്തിന് കാരണം. ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഈരകാല മൃഗങ്ങളാണ്. സത്യത്തിൽ എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ബ്രസീൽ ആരാധകനായിട്ടുള്ള കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് സാനിഷിനാണ് മർദ്ദനമേറ്റത്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? സാനിഷിനെ നിഖിൽ രഞ്ജിത്ത് എന്ന പേരുള്ള 2 അർജന്റീന ഫാൻസിന്റെ പ്രവർത്തകർ വന്ന് മർദ്ദിച്ചു എന്നാണ് സാനിഷ് പരാതി നൽകിയിരിക്കുന്നത്. അത് കുഞ്ഞിന് ഇപ്പഴേ മനസ്സിലായത്. ബോധമില്ലാത്ത മനുഷ്യന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. തന്നെ ഈ വാട്സാപ്പിൽ ഉണ്ടായ പോസ്റ്റിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് വീട്ടിലെത്തി മർദ്ദിക്കുകയും വീട്ടിന്റെ ജനവാതിലുകൾ തല്ലി തകർക്കുകയും വീട്ടിലുണ്ടായിരുന്ന ബൈക്കടക്കം നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. എന്നാലും നീ എന്നെ ഒറ്റക്കെട്ടിട്ട് മുങ്ങിക്കളഞ്ഞില്ലേടാ. മുതലാളിയെ രക്ഷിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു, പറ്റിയില്ല. മുതലാളി എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഒരു കാര്യം ചെയ്യാം, രാവിലെ വരാം.